യോവേൽ പ്രവാചകന്റെ പുസ്തകം, അതായത് ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു: എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കും. ഈ ഉപവാസം എന്ന് പറയുന്നത് വെറും ആഹാരം മാറ്റിവെക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മൾ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യത്തെ തുറന്നു കൊടുക്കുകയാണ്. ആമേൻ. ഏത് കാലഘട്ടത്തിൽ നോക്കിയാലും എല്ലാ വലിയ മൂവുകളുടെ പിൻപിൽ പ്രവർത്തിച്ചത് ആ ജനം അവരെ തന്നെ താഴ്ത്തി പ്രാർത്ഥനയിലും ഉപവാസത്തിലും കൂടെ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോഴാണ് അവിടെ വലിയ മൂവുകൾ ഉണ്ടായത്. നമ്മൾ പുതിയ നിയമം പഠിച്ചാലും പഴയ നിയമം പഠിച്ചാലും ഉപവാസം ഒരുപോലെ വേദപുസ്തകത്തിൽ പറയുന്നു. പുതിയ നിയമത്തിൽ യേശു പറയുന്നുണ്ട്, അവൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ഉപവസിക്കുമ്പോൾ. അപ്പോൾ ഉപവാസവും പ്രാർത്ഥനയും മാൻഡേറ്ററിയാണ്. യേശു പറഞ്ഞു, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ വക ജാതികളൊന്നും മാറിപ്പോകത്തില്ല. അപ്പോൾ പ്രാർത്ഥനയും ഉപവാസവും ആവശ്യമാണ്. മോശ 40 ദിവസം കർത്താവിൻ്റെ കൂടെ ഇരുന്നു, 10 കൽപ്പനകളെ പ്രാപിച്ചു. നമുക്കറിയാം, എസ്തേർ ഒരു 3 ദിവസം ആ ദേശത്തൊരു ഉപവാസം പ്രഖ്യാപിച്ചു. ആ ഉപവാസമാണ് അനേകരുടെ ജീവൻ രക്ഷിക്കുവാൻ കാരണമായി തീരുന്നത്. ഹല്ലേലൂയ. യേശു തൻ്റെ ശുശ്രൂഷയെ ആരംഭിച്ചത് 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷമാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഉപവസിക്കുമ്പോൾ, ആഹാരമൊക്കെ മാറ്റിവെക്കുമ്പോൾ നമ്മുടെ ഫ്ലഷിനെ നമ്മൾ എന്ത് ചെയ്യും? സൈലൻസ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ആത്മ മനുഷ്യനെ നമ്മൾ എഴുന്നേൽപ്പിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് ഉപവാസവും പ്രാർത്ഥനയും നിങ്ങൾക്കറിയാമോ, ചെങ്ങലകളെ പൊട്ടിക്കും. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ പല റീസ്റ്റോറേഷനുകൾ ഉപവാസത്തിലൂടെ വരും. സ്വർഗീയമായ എൻകൗണ്ടറുകൾ ഉണ്ടാകാൻ അത് വഴി തുറക്കും. നമ്മുടെ മുകളിൽ സ്വർഗം തുറക്കപ്പെടുന്ന ദിവസങ്ങളായി മാറും. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായത്തിൽ യഹോശഫാത്ത് നേരെ യുദ്ധം നേരിട്ടപ്പോൾ, ആമേൻ, വിവിധ രാജ്യങ്ങൾ അദ്ദേഹത്തിന് നേരെ യുദ്ധത്തിൽ വന്നപ്പോൾ അദ്ദേഹം ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്നു എന്നാണ് പറയുന്നത്. അതാണ് അവിടെ ഒരു റിസൾട്ട് കൊണ്ടുവരാൻ കാരണമായത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പ്രാർത്ഥനയും ഉപവാസം നിങ്ങൾ മിസ് ചെയ്യല്ലേ. ആ വചനത്തിനകത്ത് നിലനിൽക്കണം. കൂടുതൽ സമയം ദൈവവചനം ധ്യാനിക്കുകയും പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യണം. അതുപോലെ ദൈവമക്കളോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. അതിനാണ് നമ്മൾ വൈകിട്ട് മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. ആ സമയം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ ആമേൻ തീരുമാനിക്കുക. വലിയ വിടുതലുകളെ, വലിയ മുന്നേറ്റങ്ങളെ, വലിയ ചലനങ്ങളെ പ്രതീക്ഷിക്കുക. ഏതൊരു ഉണർവിൻ്റെ പിമ്പിലും ആരൊക്കെയോ തങ്ങളെ തന്നെ താഴ്ത്തി കൊടുത്തു, ദൈവസന്നിധിയിൽ ഉപവസിച്ചു. അപ്പോഴാണ് ഉണർവുണ്ടായത്. ആമേൻ. നിങ്ങളുടെ കുടുംബത്തിൽ അതൊരു വിടുതൽ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കുടുംബമായിട്ടൊന്ന് ഉപവസിച്ച് നോക്കിക്കേ. ആമേൻ. നാളുകളായുള്ള പ്രശ്നങ്ങളുടെ മുമ്പിലാണോ നിങ്ങൾ നിൽക്കുന്നത്? കർത്താവിനോട്, കർത്താവേ, ഞങ്ങൾ കുടുംബമായിട്ട്, നിങ്ങൾ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ഒന്നിച്ചൊന്ന് ആമേൻ ദൈവസന്നിധിയിലോട്ടൊന്ന് മാറിയിരുന്നിട്ട് പ്രാർത്ഥിച്ച്, കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ആമേൻ ഒന്ന് ഉപവസിച്ച് നോക്കിയേ. പ്രിയപ്പെട്ടവർ, ചിലർ നമ്മൾ പല കാരണങ്ങളാണ് പറയുന്നത്. ഉപവസിക്കാൻ പറ്റത്തില്ല, ആരോഗ്യത്തിന് അത് പ്രശ്നം ഉണ്ടാകുന്നു, ക്ഷീണമുണ്ടാകുന്നു, അല്ലെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവസാന്നിധ്യം അനുഭവിക്കുമ്പോൾ എല്ലാ ക്ഷീണങ്ങളും മാറും. കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ മുഖം പ്രകാശിക്കുവാൻ തുടങ്ങും. നമ്മുടെ ബലഹീനതകളിൽ ആമേൻ കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ പകർച്ചകൾ സംഭവിക്കും. ബലഹീനത മാറും. യൗവനം കഴുകനെ പോലെ പുതുകി വരുവാനിടവരും. അതുകൊണ്ട് ഈ 3 ദിവസത്തെ പ്രാർത്ഥനയും ഉപവാസവും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ നിന്ന് ഉപവസിക്കുക, വിഷയങ്ങളുടെ മേൽ ജയം നേടുക. ശത്രുവല്ല ജയിക്കേണ്ടത്, നമ്മളാ ജയിക്കേണ്ടത്.